നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധന ആകർഷണത്തിനായി നമ്മൾ ഒരുപാട് താന്ത്രികങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമായ ഒരു താന്ത്രിക മുറയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് 10 രൂപ ഉണ്ടാക്കുവാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയായി ചിലവിലേക്കാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. 1 രൂപ പോലും എടുത്തു വയ്ക്കുവാൻ സാധിക്കുന്നില്ല. കയ്യിൽ എപ്പോഴും പൈസ ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളം വാങ്ങിയ അന്ന് മുതൽക്ക് 10 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ആ ശമ്പളം ഏത് വഴി പോയി എന്ന് പോലും അറിയുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും കടം പ്രശ്നമാണ്. കടം പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തിറങ്ങി നടക്കുവാൻ പോലും സാധിക്കുന്നില്ല. ഏതു സമയത്ത് ആര് വന്ന് പണം തിരികെ ചോദിക്കുമോ എന്ന് ഭയന്നാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നവർ ഒരു ചെറിയ താന്ത്രിക മുറ ഞാൻ ഇവിടെ പറയാം. ആ ഒരു രീതി മാത്രം നിങ്ങൾ തുടർച്ചയായി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ ധനം എപ്പോഴും കുറയാതെ നിൽക്കും. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൂടി നമ്മുടെ കയ്യിൽ ഒരു 2000-ഓ 3000 രൂപയോ നമ്മുടെ കയ്യിൽ എപ്പോഴും എടുക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു താന്ത്രികത്തിലൂടെ നമുക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ താന്ത്രികത്തിന് നമുക്ക് കുളിക്കണമെന്നോ പൂജാമുറിയിൽ പോകണമെന്നോ നോൺ വെജ് കഴിച്ചിരിക്കരുത് എന്നോ അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിൽ ചെയ്യരുത് എന്നോ യാതൊരു വിധ നിർബന്ധവുമില്ല. അതുപോലെ തന്നെ താന്ത്രികം എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും മറ്റുള്ളവർക്ക് ദ്രോഹം ഏൽക്കുന്ന രീതിയിലുള്ള താന്ത്രിക മുറകളെ കുറിച്ചല്ല നമ്മുടെ ഈ വീഡിയോകളിലൂടെ പറയുന്നത്. ധന ആകർഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം സുഭിക്ഷമായിരിക്കുവാൻ വേണ്ടിയുമുള്ള ഒരു താന്ത്രിക മുറയാണ് ഇത്. അതായത് ഈ താന്ത്രികത്തിന് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ സുലഭമായി ലഭിക്കുന്ന ഒരേ ഒരു വസ്തു മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സാധനമാണ് ഈ പണം എന്ന് പറയുന്നത്. എപ്പോഴും ഒരാളുടെ കൈവശം മാത്രം ഉണ്ടാകില്ല. ഇന്ന് നമ്മുടെ കയ്യിലുള്ള പണം നാളെ വേറൊരാളുടെ പക്കലുണ്ടാകും. അതേ സമയത്ത് നാളെ അയാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്ക് പോകും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പണത്തിനുള്ളത്. പണം നമുക്ക് എന്നും നിലനിൽക്കുവാനായിട്ടാണ് ഈ ഒരു താന്ത്രിക മുറ പറയുന്നത്. അതായത് കറുവപ്പട്ട എന്ന് പറയും, അല്ലെങ്കിൽ പട്ട എന്ന് പറയും, അതും അല്ലെങ്കിൽ സിനമൺ എന്ന് പറയും. ഈ ഒരു സാധനമാണ് നമുക്ക് ഈ താന്ത്രികത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒരു സാധനം തന്നെയാണ് ഈ കറുകപ്പട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ വാസന മഹാലക്ഷ്മി ദേവിയെ ആകർഷിക്കുകയും പണത്തെ ആകർഷിക്കുകയും അതുപോലെ തന്നെ പാഴ്ചിലവുകൾ കുറയുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു സാധനം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ധനികരാകുന്നത് എന്ന് ചിലർക്ക് സംശയമുണ്ടാകും. നമുക്ക് കോടീശ്വരന്മാരൊന്നും ആകേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിലവിനുള്ള തുക നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ മതി. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ചെയ്യേണ്ട ഒരു താന്ത്രിക മുറ തന്നെയാണ് ഇത്. ഈ താന്ത്രികം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ ചിലവുകളൊന്നും തന്നെയില്ല. ഫലമോ ഇരട്ടിയാണ് താനും. അതിനാൽ നമുക്ക് ഈ പട്ട താന്ത്രികം എങ്ങനെ ചെയ്യണമെന്ന് കാണാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായി തോന്നും. അല്ലെങ്കിൽ നമുക്ക് പൗർണമി ദിവസങ്ങളിൽ ചെയ്തു തുടങ്ങാവുന്നതാണ്. ഒരൊറ്റ ദിവസം മാത്രം ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയാൽ മതി. ചെറിയ ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ താന്ത്രിക മുറ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ചുരുൾ പട്ട എന്ന് നമുക്ക് കടകളിൽ ലഭിക്കുന്ന പട്ടയാണ് നമുക്ക് ആവശ്യം. ഇതുപോലുള്ള പട്ടയിൽ നമുക്ക് ഇതുപോലുള്ള ഒരു നമ്പർ എഴുതാവുന്നതാണ്. അതായത് 95138 95138. പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഇത് ഒരു ഏഞ്ചൽ നമ്പറാണ്, അല്ലെങ്കിൽ നമുക്കൊരു സ്വിച്ച് വേർഡ് എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പണവരവ് വർദ്ധിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു താന്ത്രിക മുറയാണ് ഇത്. ഇത് എഴുതി നമ്മൾ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കണം. അതായത് ഈ കറുകപ്പട്ടയിൽ ഈ നമ്പർ എഴുതി നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ, നമ്മൾ എപ്പോഴും പേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വശം. പക്ഷെ നമ്മൾ ധനം സൂക്ഷിക്കുന്ന സ്ഥലത്തും വയ്ക്കാം, നമ്മുടെ പേഴ്സുകളിലും വയ്ക്കാം. പേഴ്സുകളിൽ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണം ആകർഷിക്കപ്പെടുവാൻ ഇടയാകുന്ന ഒന്നാണ്. അതിനാൽ നിങ്ങൾ ഏത് പേഴ്സാണെങ്കിലും ആ പേഴ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. കീറിയ പേഴ്സുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ പേഴ്സുകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് എന്ന് കൂടി ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ പറയാം. ഒരിക്കലും നമ്മുടെ പേഴ്സുകളിൽ മെഡിക്കൽ ബില്ലുകളും കീറിയ പഴയ ബില്ലുകളും സൂക്ഷിക്കരുത്. അതുപോലെ തന്നെ കറുത്ത നിറത്തിലുള്ള മണി പേഴ്സുകൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കരുത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നീല നിറത്തിലുള്ള പേഴ്സാണ്, അല്ലാതെ കറുപ്പല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ കറുത്ത നിറത്തിലുള്ള പേഴ്സുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ചുവപ്പ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള പേഴ്സുകൾ അതിവിശേഷമാണ്. പച്ചയ്ക്കും ചുവപ്പിനും ധനാകർഷണ ശക്തി കൂടുതലാണ്. അതിനാൽ നമുക്ക്
ചുവപ്പോ പച്ചയോ നിറത്തിലുള്ള പേഴ്സുകൾ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സുകളിൽ എപ്പോഴും പണം വളരെ അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ തന്നെ നമ്മുടെ പേഴ്സ് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മൾ പേഴ്സുകൾ എപ്പോഴും വയ്ക്കേണ്ടത്. ഞാൻ ഇവിടെ പറഞ്ഞ ഈ പട്ടയോടൊപ്പം നിങ്ങൾക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക, കുറച്ച് പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ ജവ്വാത് എന്ന് പറയും, അങ്ങാടി മരുന്ന് കടകളിൽ ലഭിക്കുന്ന ഒരു ചെറിയ സാധനമാണ്. ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ലഭിക്കും. ഇതെല്ലാം നമ്മുടെ പേഴ്സുകളിൽ ഒരു സിപ്ലോക്ക് കവറിലാക്കി സൂക്ഷിക്കുന്നത് ധന ആകർഷണം ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ ഈ വസ്തുക്കളെല്ലാം തന്നെ മഹാലക്ഷ്മി വാസം ചെയ്യുന്നവയാണ്. ഒരുപാട് എണ്ണമൊന്നും ആവശ്യമില്ല, 1-2 കഷ്ണം മാത്രം നമുക്ക് എടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ കറുകപ്പട്ടയിൽ ഞാൻ പറഞ്ഞ നമ്പർ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയ കറുകപ്പട്ടയിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ നോട്ടാണോ ഉള്ളത് ആ നോട്ട് ഈ കറുകപ്പട്ടയിൽ ചുറ്റി നമുക്ക് വെളുത്ത നിറത്തിലുള്ള നൂൽ കൊണ്ടോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള നൂൽ കൊണ്ടോ മഞ്ഞ നിറത്തിലുള്ള നൂൽ കൊണ്ടോ നമുക്ക് കെട്ടി നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഈ പണം ചിലവാക്കരുത്. എപ്പോഴും ഈ പണം നിങ്ങളുടെ പേഴ്സിൽ തന്നെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോട്ട് ചുരുട്ടരുത് എന്നെല്ലാം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ താന്ത്രികത്തിന് വേണ്ടി നോട്ട് ചുരുട്ടി തന്നെയാണ് നമ്മുടെ പേഴ്സിൽ വെക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നാൽ, നമ്മൾ അഷ്ടലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. അവിടെ ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ പൂജ ചെയ്ത ആ ഒരു നോട്ട് ചുരുട്ടിയാണ് നമ്മുടെ പേഴ്സിൽ വെക്കുവാനായിട്ട് അവിടുത്തെ പൂജാരി പറഞ്ഞിരുന്നത്. അതിനാൽ നമ്മൾ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ സംശയം ചോദിച്ചിരുന്നു, നമുക്കിങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ചിലവാക്കാത്ത ഈ നോട്ട് നമ്മൾ ചുരുട്ടി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയുള്ള വാസന ദ്രവ്യത്തിൻ്റെ കൂടെ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ പണവരവ് വർദ്ധിക്കുമെന്നല്ലാതെ ഇങ്ങനെ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞ ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടക്കി ഈ കറുകപ്പട്ടയോടൊപ്പം ചേർത്ത് തന്നെ ഈ നോട്ട് സൂക്ഷിക്കാവുന്നതാണ്. വളരെ ഫലം തരുന്നവയാണ്. 90 ദിവസം വരയ്ക്കും നിങ്ങൾക്ക് ഈ കറുകപ്പട്ട ഇങ്ങനെ മാറ്റാതെ വെക്കാം. നിങ്ങൾക്ക് മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇടയ്ക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ കറുകപ്പട്ട കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടുകയോ അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയോ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പൊടി ആക്കിയതിനു ശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടുന്നതും വളരെ അനുയോജ്യമാണ്. ഈ ഒരു താന്ത്രികം മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക. ജീവിതത്തിൽ പണക്കഷ്ടം എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാം. എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാരണത്തിനായി പണം ചിലവാക്കുന്ന സമയത്ത് നമ്മൾ ചിലവാക്കുവാൻ പോകുന്ന ആ തുകയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഞ്ചിന് നേരെ വെച്ചതിനു ശേഷം പോയി വാ ലക്ഷമായി തിരികെ വാ, പോയി വാ ലക്ഷമായി തിരികെ വാ, പോയി വാ ലക്ഷമായി തിരികെ വാ, പോയി വാ ലക്ഷമായി തിരികെ വാ. ഈ ഒരു വാക്ക് നിങ്ങൾ 3 തവണയെങ്കിലും ചൊല്ലിയതിനു ശേഷം മാത്രം ആ പണം നിങ്ങൾ ചിലവാക്കാനായിട്ട് കൊടുക്കുക. ഉറക്കെ പറയണമെന്നില്ല, മറ്റുള്ളവരുടെ മുൻപിൽ പോയി നിന്ന് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അതിനാൽ നിങ്ങൾ മനസ്സിലെങ്കിലും ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആ പണം ചിലവാക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടി നമ്മുടെ ധനവരവ് വർദ്ധിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. പരീക്ഷിച്ച് നോക്കുക, ഫലം ഉറപ്പായും ലഭിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ശ്രമിക്കാതെ ഇരുന്ന് കുറവും കുറ്റങ്ങളും കണ്ടെത്തുന്നതല്ലേ വളരെയധികം തെറ്റ്. അതിനാൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ ഒരു കാര്യം ശ്രമിച്ചു നോക്കുകയും അതിൻ്റെ ഫലം ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.